നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സ് ശരിക്കും ഒരു തടവറയാണ്. അതെ, ഞാൻ തമാശ പറഞ്ഞതല്ല. നിങ്ങൾ കേട്ടത് സത്യമാണ്. നിങ്ങളുടെ ഓരോ അനുഭവങ്ങളും ഓർമ്മകളും എന്തിന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോലും അതെല്ലാം കൊണ്ട് പണിതൊരു തടവറ. നമ്മളെയൊക്കെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നതെന്താ? കൂടുതൽ നേടുമ്പോൾ സന്തോഷം കൂടും, അല്ലേ? കൂടുതൽ അറിവ്, കൂടുതൽ പണം, കൂടുതൽ വിജയം. പക്ഷേ ഒരു നിമിഷം, ഈ വിശ്വാസം തന്നെയാണെങ്കിലോ നമ്മളെ കൊടുക്കുന്ന ഏറ്റവും വലിയ കിണി? നിങ്ങൾ ഇത്രയും കാലം ഓടിയത് ഒരുപക്ഷെ തെറ്റായ ദിശയിലേക്കാണെങ്കിലോ? ഇവിടെയാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസം ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സന്തോഷത്തിന്റെ പിന്നാലെ എത്രത്തോളം ഓടുന്നോ അത്രയും വേഗത്തിൽ അത് നിങ്ങളിൽ നിന്ന് അകന്നുപോകും. ഇത് ഞാനിപ്പോൾ പറയുന്നൊരു പുതിയ കാര്യമൊന്നുമല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ശിവസൂത്രങ്ങൾ എന്നൊരു പുരാതന ഗ്രന്ഥത്തിൽ ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ രഹസ്യമാണിത്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ലോകം മുഴുവൻ കീഴടക്കിയെന്ന് നമ്മൾ കരുതുന്ന ആളുകൾ പോലും എന്തുകൊണ്ടാണ് പലപ്പോഴും ഉള്ളിൻ്റുള്ളിൽ അസ്വസ്ഥരായി കാണപ്പെടുന്നത്? അവർക്ക് ശരിക്കും എന്താണ് നഷ്ടപ്പെടുന്നത്? ഇതൊരു അസ്വസ്ഥമാക്കുന്ന ചിന്തയാണല്ലേ. നമ്മുടെ മനസ്സ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് നമ്മൾ കരുതുന്ന ഒന്ന് ഒരുപക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണെങ്കിലോ? ഉണ്ട് എന്നാണ് ശിവസൂത്രങ്ങൾ പറയുന്നത്, ഒരു തകർക്കാനാവാത്ത സമാധാനത്തിലേക്കുള്ള വഴി. പക്ഷേ ആ വഴി കണ്ടെത്തണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സ് നമ്മളോട് കളിക്കുന്ന കള്ളക്കളികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരി, നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. ശരി, നമുക്കൊരു ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അവസാനമായിട്ട് എപ്പോഴാണ് ഒരാൾ നിങ്ങളെ നന്നായിട്ടൊന്ന് പുകഴ്ത്തിയത്? ഓക്കെ, ഇനി അവസാനമായിട്ട് എപ്പോഴാണ് ഒരാൾ നിങ്ങളൊന്ന് കുറ്റപ്പെടുത്തിയത് അല്ലെങ്കിൽ അപമാനിച്ചത്? ഇതിലേതാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നത്? സംശയമില്ല, ആ അപമാനം തന്നെയായിരിക്കും, അല്ലേ? ഇതാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഡീഫോൾട്ട് സെറ്റിംഗ്. 10 നല്ല കാര്യങ്ങൾക്കിടയിൽ ഒരു മോശം കാര്യമുണ്ടായാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ ഒരൊറ്റ കാര്യത്തിലായിരിക്കും. മനസ്സിൻ്റെ ഈ നെഗറ്റീവ് സ്വഭാവമാണ് നമ്മുടെ ദുരിതങ്ങളുടെയെല്ലാം യഥാർത്ഥ കാരണം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 80% നല്ല കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. പക്ഷെ നമ്മുടെ മനസ്സെന്ത് ചെയ്യുമെന്നോ, ആ ബാക്കി വരുന്ന 20% നെഗറ്റീവ് കാര്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യും. എന്നിട്ട് അതിനൊരു ഭൂതക്കണ്ണാടി വെച്ച് വലുതാക്കി നമ്മുടെ ലോകം മുഴുവൻ അതുമാത്രമാണെന്ന് നമ്മളെ അങ്ങ് വിശ്വസിപ്പിക്കും. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇത് നമ്മളെല്ലാവരും അനുഭവിക്കുന്നൊരു കാര്യമാണ്. ഈ വിജയത്തിന്റെ കെണിയെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഒരു മുൻ പ്രധാനമന്ത്രിയുടെ അനുഭവമാണിത്. അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയോ? അധികാരം കിട്ടുന്നതിന് മുൻപ് ഞാൻ വെറുമൊരു കട്ടിലിൽ സമാധാനമായിട്ട് ഉറങ്ങിയിരുന്നു. പക്ഷേ അതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴോ ഒരു യഥാർത്ഥ തടവുകാരനേക്കാൾ വലിയ തടവിലാണ് ഞാനെന്ന് എനിക്ക് തോന്നി. ഒന്നാലോചിച്ചു നോക്കൂ, ലോകം കീഴടക്കിയ ആൾക്ക് പോലും സ്വന്തം മനസ്സിനെ നഷ്ടപ്പെട്ടു. ഇതാണ് സമ്പത്തും വിജയവും പലപ്പോഴും നമുക്ക് തരുന്ന കെണി. ഇതുകൊണ്ട് സംഭവിക്കുന്നതെന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ പലരും ജീവിക്കുന്നത് ഒരുതരം ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരാളെ പോലെ. എപ്പോഴും അടുത്ത കാര്യത്തിലേക്ക് ഒരു ഓട്ടമാണ്. അടുത്ത ജോലി, അടുത്ത നേട്ടം, അടുത്ത സന്തോഷം. ഈ ഓട്ടത്തിനിടയിൽ ഇപ്പോൾ ഈ നിമിഷം നമുക്ക് നഷ്ടപ്പെടുന്നു. നമ്മൾ ജീവിക്കുന്നുണ്ട്, പക്ഷെ ശരിക്കും ജീവനോടെയല്ല. അപ്പോൾ ഇതിനെന്താണൊരു പരിഹാരം? ശിവസൂത്രങ്ങൾ വളരെ മനോഹരമായൊരു വഴി പറയുന്നുണ്ട്. മന എന്നൊരു സംസ്കൃത വാക്കുണ്ട്. അതിൻ്റെ അർത്ഥം പുറത്തേക്ക് ഒഴുകുന്ന മനസ്സ്, അതായത് ലോകത്തിൻ്റെ പിന്നാലെ ഓടുന്ന മനസ്സ്. ഇനി നിങ്ങൾ ഈ വാക്കൊന്ന് തിരിച്ചിട്ട് നോക്കൂ. നമ. അതിൻ്റെ അർത്ഥമെന്താ? ഉള്ളിലേക്ക് തിരിയുക, ആദരവോടെ സ്വയം സമർപ്പിക്കുക. ആ രഹസ്യം അവിടെ തന്നെയുണ്ട്. പുറത്തേക്കുള്ള ഓട്ടം നിർത്തി ഉള്ളിലേക്ക് തിരിയുമ്പോഴാണ് യഥാർത്ഥ സമാധാനം. ഇനി നമ്മൾ ശിവസൂത്രങ്ങളിലെ ആദ്യത്തെ ഏറ്റവും വലിയ വിരോധാഭാസത്തിലേക്ക് കടക്കുകയാണ്. ജ്ഞാനം ബന്ധ, അതായത് അറിവ് ഒരു ബന്ധനമാണ്. ഞെട്ടിയോ? നമ്മളെല്ലാവരും പഠിച്ചു വച്ചിരിക്കുന്നത് അറിവ് നമ്മളെ സ്വതന്ത്രരാക്കുമെന്നല്ലേ? പക്ഷേ സൂത്രങ്ങൾ പറയുന്നു, പരിമിതമായ അറിവ്, അതായത് ഇതാണ് ശരി എന്ന ഉറച്ച വിശ്വാസം, അതൊരു കെണിയാണ്. അത് നമ്മുടെ തടവറയുടെ മതിലുകൾക്ക് കനം കൂട്ടുകയുള്ളൂ. ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയ കഥ പറയാം. ഒരാളൊരു തീർത്ഥാടനം കഴിഞ്ഞ് ഗ്രാമത്തിലേക്ക് മടങ്ങി വരികയാണ്. വഴിയിൽ വെച്ച് കേൾക്കുന്നു, അയാളുടെ ഗ്രാമം മുഴുവൻ കത്തി നശിച്ചെന്ന്. ആ വാർത്ത കേട്ടതും അയാൾ തകർന്നുപോയി. അയാളുടെ ദുഃഖത്തിന് അതിരില്ലായിരുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ വേറൊരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ, മാപ്പ് തരണം, അറിഞ്ഞതിലൊരു തെറ്റുണ്ട്, അപ്പുറത്തെ ഗ്രാമമാണ് കത്തിയത്. ഇത് കേട്ടതും അയാളുടെ ദുഃഖമൊക്കെ പമ്പ കടന്നു. കണ്ടില്ലേ, സംഭവം ഒന്നും നടന്നിട്ടില്ല, പക്ഷെ കിട്ടിയ 2 വിവരങ്ങൾ, ആ അറിവ് അയാളുടെ അനുഭവത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു. നമ്മുടെ ദുരിതങ്ങളും ഇതുപോലെയാണ്, വെറും വിവരങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒന്നാണ്. അപ്പോൾ ഈ അറിവിന്റെ ബന്ധനത്തിൽ നിന്ന് എങ്ങനെ പുറത്തുവരാം? സൂത്രങ്ങൾ നമുക്കൊരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഒരു വിഷമം വരുന്നുവെന്ന് കരുതുക. ഉദാഹരണത്തിന്, എൻ്റെ മകന് ജോലിയില്ല. ആദ്യം ആ വാക്യത്തെ വാക്കുകളായിട്ട് മുറിക്കാം. എൻ്റെ മകന് ജോലി ഇല്ല. ഇനി ഓരോ വാക്കിനെയും അക്ഷരങ്ങളായിട്ട് മുറിക്കാം. എ, എൻ, റേ. ഇങ്ങനെ നിങ്ങളിത് ചെയ്യുമ്പോൾ ആ വാക്യത്തിന് പിന്നിലെ കഥയുടെ ശക്തി കുറയുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും.
ആ അക്ഷരങ്ങൾക്കിടയിലുള്ള വിടവിലേക്ക്, ആ നിശ്ശബ്ദതയിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ആ വിഷമം പതിയെ അലിഞ്ഞില്ലാതാവും. വാക്കുകൾ നമ്മളെ എങ്ങനെയാണ് ബന്ധിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി ആ വിഷമം എന്ന വികാരത്തെക്കുറിച്ച് സൂത്രങ്ങൾ പറയുന്നത് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. അതാണ് രണ്ടാമത്തെ വിരോധാഭാസം. ഉദ്യമോ ഭൈരവഹ, പ്രയത്നം പൂർണ്ണതയാണ്. എന്താണ് വിഷമം? നിങ്ങൾ നിങ്ങളുടെ 100% കൊടുക്കുന്നില്ല എന്ന തോന്നലാണ് യഥാർത്ഥത്തിൽ വിഷമം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളൊരു ഫുട്ബോൾ മാച്ച് കളിക്കുകയാണ്. നിങ്ങളുടെ സർവ്വ കഴിവും എടുത്ത് നിങ്ങൾ കളിച്ചാൽ അവസാനം തോറ്റാൽ പോലും നിങ്ങൾക്കൊരു വിഷമം തോന്നില്ല. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നിങ്ങൾ ചെയ്തു. സൂത്രങ്ങൾ പറയുന്നതിതാണ്, നിങ്ങൾ എന്തു ചെയ്താലും, അത് ജോലിയാകട്ടെ കളിയാകട്ടെ, എന്തിന് വിഷമിക്കുന്നതിൽ പോലും നിങ്ങളുടെ 100% കൊടുക്കുക. ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? പൂർണ്ണമായി അതിൽ മുഴുകി ചുറ്റുമുള്ളതൊന്നും അറിയാതെ. ആ നിമിഷം ചെയ്യുന്ന ആളും പ്രവൃത്തിയും ഒന്നായി മാറും. ആ അവസ്ഥയാണ് ഭൈരവ എന്ന് പറയുന്നത്. അതൊരു പൂർണ്ണതയുടെ അവസ്ഥയാണ്. അവിടെ പിന്നെ അതൃപ്തിക്ക് സ്ഥാനമില്ല. കാരണം നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ ആ പ്രവൃത്തിയിൽ അലിഞ്ഞു ചേർന്നു. ഇനി നമ്മൾ ഏറ്റവും വലിയ വെളിപ്പെടുത്തലിലേക്ക് കടക്കുകയാണ്. തയ്യാറാണോ? സൂത്രങ്ങൾ പറയുന്നു, നർത്തകാത്മ. നിങ്ങളുടെ യഥാർത്ഥ ഞാൻ അതൊരു നർത്തകനെ പോലെയാണ്. ഒരു സ്റ്റേജിൽ വന്ന് പല റോളുകളും അഭിനയിക്കുന്ന ഒരു നടനെ പോലെ. ദേഷ്യം, സങ്കടം, സന്തോഷം എല്ലാം അഭിനയിക്കും. പക്ഷെ ആ വികാരങ്ങളൊന്നും അയാളുടെ സ്വന്തമല്ല. അഭിനയം കഴിയുമ്പോൾ അയാൾ പഴയ ആളാകും. പക്ഷേ ഇവിടെയാണ് ആ വലിയ ട്വിസ്റ്റ്. നമ്മൾ കരുതുന്നത് എന്താണ്? നമ്മൾ ഒരു ചെറിയ നടനും ഈ ലോകം ഒരു വലിയ സ്റ്റേജുമാണെന്ന്, അല്ലേ? എന്നാൽ സൂത്രങ്ങൾ പറയുന്നു, രംഗോന്തരാത്മാ. ആ സ്റ്റേജ്, ആ അരങ്ങ്, അത് നിങ്ങളുടെ പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിലാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാം. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കണ്ണ് എത്ര ചെറുതാണ്, പക്ഷെ ആ ചെറിയ കണ്ണ് എത്രയോ വലിയൊരു പർവ്വതത്തെയാണ് കാണുന്നത്. സത്യത്തിൽ ആ പർവ്വതത്തിന്റെ ചിത്രം പതിക്കുന്നത് നിങ്ങളുടെ കണ്ണിനുള്ളിലെ വളരെ ചെറിയൊരു ഭാഗത്താണ്. അപ്പോൾ ശരിക്കും വലുതേതാണ്? നിങ്ങൾ കാണുന്ന പർവ്വതമോ, അതോ ആ പർവ്വതത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ കണ്ണോ? അതുപോലെയാണ് ഇതും. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ ബോധത്തിനുള്ളിൽ നടക്കുന്ന ഒരു അനുഭവം മാത്രമാണ്. ഈ ഒരു തിരിച്ചറിവ് വരുന്ന നിമിഷം നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മാറും. ലോകം നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒന്നല്ലാതായി മാറും. പകരം അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. പുറത്തു നടക്കുന്ന ഒന്നിനും പിന്നെ നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അപ്പോൾ എന്താണ് നമ്മുടെ അന്തിമ ലക്ഷ്യം? എവിടെയോ ഇരിക്കുന്ന സന്തോഷത്തെ തേടിപ്പിടിക്കുക എന്നല്ല, മറിച്ച് നമ്മുടെ യഥാർത്ഥ സ്വഭാവം തന്നെ സന്തോഷമാണെന്ന് തിരിച്ചറിയുക. ചെറിയ കുട്ടികളെ നോക്കിയിട്ടില്ലേ? അവരുടെ ഉള്ളിൽ നിന്ന് ആനന്ദം ഇങ്ങനെ പ്രസരിക്കുന്നതുപോലെ നമുക്ക് തോന്നാറില്ലേ? അതാണ് സ്വാത്മാനന്ദ പ്രകാശവപുസേ എന്ന അവസ്ഥ. നമ്മുടെ സ്വന്തം ആനന്ദത്തിന്റെ പ്രകാശം ഓരോ കോശത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ അവസ്ഥയിലേക്ക് മടങ്ങുക. അപ്പോൾ എങ്ങനെയാണ് അങ്ങോട്ട് തിരിച്ചു പോവുക? അതിനുള്ള ഏറ്റവും ലളിതമായ താക്കോലാണ് സൂത്രങ്ങൾ അവസാനം തരുന്നത്. വിസ്മയോ യോഗഭൂമികഃ. വിസ്മയം, അതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഒന്നിനെയും അറിയാതെ ആദ്യമായി കാണുന്നതുപോലെ അത്ഭുതത്തോടെ നോക്കാനുള്ള ആ കഴിവ്, അത് വീണ്ടെടുക്കുക. അത് മതി. ഈ കണക്കൊന്ന് കേട്ടുനോക്കൂ. ഒരു കുട്ടി ഒരു ദിവസം ശരാശരി 400 തവണയെങ്കിലും ചിരിക്കുമത്രേ. കാരണം അവരുടെ ലോകം മുഴുവൻ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. എന്നാൽ മുതിർന്നവരായ നമ്മളോ? പല ദിവസങ്ങളിലും ഒരു തവണ പോലും നമ്മൾ ചിരിക്കാറില്ല. കാരണമെന്താ? നമുക്ക് എല്ലാം അറിയാം. ഓ, അതൊരു മരമല്ലേ, അതിലെന്തിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. ഈ അറിയാം എന്ന ഭാവം ജീവിതത്തിലെ മാന്ത്രികതയെ ഇല്ലാതാക്കുന്നു. നമ്മുടെ ചിരിയെ മായ്ച്ചു കളയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവസാനമായി എപ്പോഴാണ് ഒന്നിനെയും വിലയിരുത്താതെ പൂർണ്ണമായ അത്ഭുതത്തോടെ ഒന്നിനെ നോക്കി നിന്നത്? ഒരു പൂവിനെയോ ഒരു കുഞ്ഞിന്റെ ചിരിയെയോ? ആ ശുദ്ധമായ വിസ്മയത്തിന്റെ നിമിഷത്തിൽ നിങ്ങളുടെ മനസ്സ് ഒരു നിമിഷത്തേക്ക് നിശ്ചലമാകും. അറിവിന്റെ ഭാരങ്ങളെല്ലാം അലിഞ്ഞില്ലാതാകും. സന്തോഷത്തിനു വേണ്ടിയുള്ള ആ ഓട്ടം നിൽക്കും. കാരണം ആ നിമിഷത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണോ, ആ വിശാലമായ ആനന്ദം നിറഞ്ഞ ബോധവുമായി നിങ്ങൾ വീണ്ടും ഒന്നിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം ഞാൻ എങ്ങനെ സന്തോഷം കണ്ടെത്തും എന്നായിരുന്നില്ല. അത് തെറ്റായ ചോദ്യമാണ്. ശരിയായ ചോദ്യം ഇതാണ്: നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം തന്നെ സന്തോഷമാണെന്ന കാര്യം. അത് നിങ്ങൾ എപ്പോഴാണ് മറന്നുപോയത്? ആ മറവി നീങ്ങുന്ന നിമിഷം ആ തടവറയുടെ വാതിലുകൾ തനിയെ തുറക്കും.